നല്ല ചായ. അവിടുത്തെ മൂതേവിയും ചായ ഇടും, വായി വെച്ച് കുടിക്കാൻ കൊള്ളത്തില്ല. അയ്യോ അതില്ലേ ചേച്ചി, ഞാൻ പറഞ്ഞു വന്നത് എന്റെ ചെറുക്കനൊരു സമാധാനം കൊടുക്കാത്ത താടകയാണ് അവള്, താടക. എന്ന് വെച്ചാലേ ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും സംസാരവും ഒക്കെ ആവുമ്പോൾ ചിലപ്പോ ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിക്കും. പിന്നെ ഞാൻ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ അവൻ ഇഷ്ടപ്പെടാതെ വന്നപ്പോ അവനൊരു അടി അങ്ങ് വെച്ച് കൊടുത്തു. ആണുങ്ങളല്ലേ, ആണുങ്ങളാവുമ്പോ തല്ലും. അതിനവള് കിടന്ന് കാണിച്ച ബഹളം, കരയുന്നു, വിളിക്കുന്നു, വീട്ടിൽ വിളിച്ച് പറയുന്നു എന്റെ ചേട്ടനും എന്നെ ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനേക ദേഷ്യം ഒന്ന് അടിക്കും. ആണുങ്ങളല്ലേ, നമ്മളൊന്നും ക്ഷമിക്കണം. അല്ല പിന്നെ സമയമില്ല ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിട്ടേ. പിന്നെ അവിടുത്തെ ബഹളം കേട്ട് തല വരുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മെനഞ്ഞാന്ന് ഇതുപോലെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ എന്തോന്ന് അവന്റെ ഓഫീസിലെ ഏതോ ഒരു പെണ്ണ്, മായ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവന്റെ കൂട്ടുകാരി, വർഷങ്ങളെ കൊണ്ടൊരു ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്. ഇവള് എന്തോന്ന് അതിന്റെ അത് ചാറ്റ് അവര് തമ്മിൽ ചാറ്റ് ചെയ്തെന്നോ ഇവളെന്തോ കണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ആണുങ്ങളല്ലേ, ആണുങ്ങളാകുമ്പം ചെളി കണ്ടാ ചവിട്ടും കഴുകും പോവും, വീണ്ടും ചവിട്ടും കഴുകും പോവും. പെണ്ണുങ്ങൊന്നും ക്ഷമിച്ചൂടെ? ഇവൾ അതിന് കിടന്നുണ്ടാക്കിയ പ്രശ്നം എന്റെ ചെറുക്കന്റെ വിധി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ അയാൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പ്രശ്നം. ഇവള് കുളിക്കാനെങ്ങാണ്ട് പോയ സമയത്ത് കൊച്ചിനെ കൊടുത്തിട്ട് പോയി അവന്റെ കയ്യില്. അവൻ ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ചൊന്ന് വിശ്രമിക്കായിരുന്നു എന്റെ പാവം പിള്ള. ആ സമയത്ത് കൊച്ചറിയാതെ കട്ടിൽ നിന്ന് വീണു. പിള്ളേരാകുമ്പോ വീഴും. നിങ്ങൾ നോക്കിയില്ല, 24 മണിക്കൂർ ഞാൻ മാത്രമാണ് കൊച്ചിനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന ബഹളം. ഇത്തിരി നാക്ക് പിടിച്ച പെണ്ണ്. ആണുങ്ങളല്ലേ, അവർക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ പരിചയമുണ്ടോ, അറിയാതെ അങ്ങ് വീണു. ഈ കൊച്ചുങ്ങളെ നോക്കേണ്ടത് തള്ളന്മാരുടെ കടമയാണ്, നാട്ടിൽ നടപ്പ് അങ്ങനെയാണ്. അതിനും അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയവള്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ആ പ്രശ്നത്തോട് പ്രശ്നമാ. പിന്നെ അവൻ ദേഷ്യം വരുമ്പോ എങ്ങനെയാ, നിന്റെ അച്ഛനോട് പോയി പറ, നിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ വിളിക്കും. ആണുങ്ങളല്ലേ, അവന്റെ അച്ഛൻ എന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും മതിയാനെ എപ്പോഴും വിളിക്കും പിണങ്ങുമ്പോ. ആണുങ്ങളല്ലേ, അതൊക്കെ ചുമ്മാ തമാശക്ക് എടുത്താൽ പോരെ, അതിനും പ്രശ്നം. പിന്നെ ശരി ചേച്ചി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വരാറായി, കെട്ടില്ലമ്മ വരാറായി. ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് പോട്ടെ. അതുമല്ല ചേട്ടൻ വരാറായി, പുള്ളിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ചൂടുവെള്ളത്തിൽ കുളിക്കണം. ആണുങ്ങളല്ലേ, ഓരോ ശീലങ്ങള്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി.